ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല രുചിയോടെയുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 6 ചെറിയ ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് ഈ ബ്രൗൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റണം എന്ന് നിർബന്ധമില്ല കേട്ടോ. കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വശം ബ്രൗൺ തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയുള്ള പ്ലെയിൻ ആയിട്ടുള്ള കളറിൽ, പ്ലെയിൻ വൈറ്റ് കളറിൽ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു സൈഡ് വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞ് വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാർ എടുക്കാം നമുക്ക്. എന്നിട്ട് ഈ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജാറിൻ്റെ ഉൾഭാഗം, ഈ മിക്സി ജാറിൻ്റെ ഉൾഭാഗം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെ കുട്ടിപ്പിടിക്കും. ഇപ്പോൾ ബ്രെഡെല്ലാം നമ്മളിതിനകത്ത് പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാ തരികളും ഒരേപോലെ ആവണ രീതിയിൽ, ഒരേപോലെ പൊടിയുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നോർമൽ പശുവിൻ പാലാണ്. പാല് തിളപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാല് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. അത് മാത്രമല്ല, അങ്ങനെ തന്നെ ഇത് ബ്രെഡിലേക്ക് ഒഴിക്കാനും നമുക്ക് പറ്റില്ല. വളരെ കുറച്ച് പാല് മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനെടുത്തത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചേർക്കുന്നതേ. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യണമാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു പരുവൊക്കെ ഒന്ന് അറിയാൻ പറ്റുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തത് എനിക്ക് ഈ കുഴച്ച് വന്നപ്പോൾ പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്ക് പുട്ടിനൊക്കെ കുഴയ്ക്കണ ഒരു പരുവായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിപ്പോൾ ടോട്ടലായിട്ട് ആഡ് ചെയ്തത്. പക്ഷേ നമ്മൾ കുഴയ്ക്കും തോറും വീണ്ടും അതിനകത്ത് വെള്ളമുള്ള പോലെ നമുക്ക് തോന്നും. കണ്ടോ, കുറച്ചും കൂടി ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ട പോലെയാവും. നമുക്കൊന്ന് ഉരുളയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പരുവാവും. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കേണ്ടി വരാം. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പാലൊഴിക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ വല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ ഉള്ള ബലം മുഴുവനും പ്രയോഗിച്ചിട്ട് കുഴയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ കുറച്ച് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. ഒത്തിരി ബലം പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഭയങ്കര ഹാർഡായി പോകും. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എടുത്ത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട. ചെറുതായിട്ടൊന്നും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. കാരണം പ്രസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ക്രാക്കോ അല്ലെങ്കിൽ ഹോളോ ചെറിയ സ്പേസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അങ്ങ് അടയും, അതൊക്കെ ഒന്നിച്ച് ചേരും. അപ്പോൾ അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഉരുളകൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്ലൈറ്റ്ലി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഉരുട്ടി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നോക്കി, നല്ല സ്മൂത്തായിട്ടുള്ള ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, ചെറിയ സൈസ് മതി, ഒത്തിരി വലുത് വേണ്ട. കഴിവതും നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് 8 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു കടായി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിലർ ഗീയിലൊക്കെ വറുക്കാറുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ പുകയണ രീതിയിൽ ചൂടാവേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം തീയിൽ ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ എണ്ണ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ സൈസിൽ തന്നെ നമുക്ക് അത്രയും ഒരു ഹൈറ്റിൽ തന്നെ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ മേലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അന്നേരം ഓയിലിന് വെളിയിലോട്ട് നിൽക്കുന്ന ഭാഗം കൂടിയിട്ട് ഓയിലിൽ കോട്ടായിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല കേട്ടോ. പുറം ഭാഗം മാത്രം നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. പക്ഷേ അകത്തോട്ടൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം.
കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കളർ ചേഞ്ച് ആവണമെന്നനുസരിച്ചിട്ട് നമുക്കിങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പയ്യെ പയ്യെ കളർ ഇങ്ങനെ ഡാർക്കായിട്ട് വരും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്ന ഒരു സമയമാകുമ്പോൾ കണ്ടോ എല്ലാം ഒരേപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ വരുന്ന സമയത്ത് നമുക്കിത് എല്ലാം കോരി മാറ്റാം. നോക്കി നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെച്ചോളോ, അപ്പോൾ ഇത് ഡ്രൈ ആയി പോവില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര. ഇതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം. നമ്മൾ ഏത് കപ്പിനകത്താണോ പഞ്ചസാര എടുത്തത് ആ കപ്പിനകത്ത് 1 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർത്ത് ഒരു മീഡിയം തീയിൽ തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അന്നേരത്തേക്ക് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടും പെട്ടെന്ന്. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് ചേരും ഇതിനകത്ത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3 ഏലക്ക ഒന്നുകിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലതിൽ സാഫ്രോണൊക്കെ ഇടും കേട്ടോ, കുങ്കുമപ്പൂവൊക്കെ ഇടും, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് തിക്കായി പോവും. അങ്ങനെ ആക്കണ്ട. തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടിലിരിക്കുകയാണ്. ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ ബോളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സമയത്തേക്ക് ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. ആ പഞ്ചസാരയുടെ സിറപ്പും ആ ഒരു ഏലക്കയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് ഈ ഒരു ഗുലാബ് ജാമുൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ സമയം കൊടുക്കാം. 2-3 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഗുലാബ് ജാമുൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിനേക്കാളും ആ ഒരു സൈസ് കൂടി ഓൾമോസ്റ്റ് ഡബിൾ സൈസ് ആയി കാണും കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. അന്നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ല മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.